പൗരത്വ ബില്ല് പോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന ഖുർആൻ സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതണേ. മൻ ഖറഅഹാ ഇൻ കാന ഖായിഫാ അമിനഹുല്ലാഹ്. ഉമർ തങ്ങൾ പറയുന്ന വാക്കറിയോ? അല്ലാഹുവേ ഇൻ കാന ഖായിഫാ, ഭയപ്പെടുത്തുന്ന ഒരു സമയത്താണ് മനുഷ്യന്മാര് കടന്നു പോകുന്നതെങ്കിൽ, പേടിപ്പെടുത്തുന്ന ഒരു സമയത്താണ് മനുഷ്യന്മാര് കടന്നു പോകുന്നതെങ്കിൽ, മൻ ഖറഅഹാ സൂറത്ത് യാസീൻ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അമിനഹുല്ലാഹ്, ഒരു പൗരത്വ ബില്ലും അവനെ ബാധിക്കില്ല, ഒരു സങ്കടവും അവനെ ബാധിക്കില്ല. ഒരു ചെറുപ്പക്കാരനും അല്ലാഹുവേ കരിമ്പിന്റെ ഉള്ളിൽ അകപ്പെടണമെന്ന് പറയില്ല. ഇനി അങ്ങനെ ജയിലിന്റെ ഉള്ളിൽ പെട്ടുപോയാലോ? ഉമർ തങ്ങൾ പറയുന്ന മൻ ഖറഅഹാ ഇൻ കാന ഫിസ്സിജ്നി, ഇനി ജയിലിന്റെ ഉള്ളിലെങ്ങാണം അകപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വന്നാൽ, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പഠിച്ചു വെച്ചിട്ട് നമ്മളോട് പറഞ്ഞതാ, ഇന്ന് നമുക്കതൊരു പാഠമായി കടന്നു വന്നല്ലോ. അവിടെ നിന്ന് പറയുകയാണ് സ്വഹാബാ വ ഇൻ കാന ഫിസ്സിജ്നി, ഇനി ജയിലിന്റെ ഉള്ളറയിലാണ്, എന്നാ വീട്ടിന്റെ ഉള്ളിലുള്ള ഭാര്യ ഓതട്ടെ, മക്കൾ ഓതട്ടെ, അനുജൻ ഓതട്ടെ, ജേട്ടൻ ഓതട്ടെ, സൂറത്ത് യാസീൻ ഓതിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജയിലിന്റെ ഉള്ളറയിൽ നിന്ന് അവനെ മോചിപ്പിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ് അവിടെന്ന് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഉമ്മമാരെ, നമുക്കിന്ന് സമയമില്ല. പണ്ട് കഴിഞ്ഞു പോയതുപോലെ, പണ്ടത്തെ ആർഭാടത്തെ പോലെ, പണ്ടത്തെ അവിശ്വാസത്തെ പോലെ കടന്നു പോയാ പറ്റൂല. ഈമാനികമായ ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരിക, അല്ലാഹ് എന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പവിത്രമായ കലിമയുണ്ടല്ലോ, ആ കലിമത്തു തൗഹീദ്, ആ ഉള്ള കലിമത്തു തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്വഹാബാ മൽ ഖറഅഹാ ഇൻ കാന ഖായിഫാ അമിനഹുല്ലാഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞു പോവുകയാ. ഉമർ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു. അല്ലാഹുവേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. അവിടെ നിന്നാ ഖലീഫയായ അലിയാർ തങ്ങളുടെ കാലഘട്ടം, ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടമല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ കടന്നു വന്നിട്ട് അലിയിനോട് പറയുന്നു, അലിയേ, സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, കുറച്ചാളുകൾ ഞങ്ങളുടെ ശത്രുക്കളായി കടന്നു വന്നിരിക്കുകയാ, പാതിരാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, പേടിപ്പെടുത്തുകയാണ്, സങ്കടപ്പെടുത്തുകയാണ്, വീട്ടിലേക്ക് കല്ലെറിയുകയാ, വാക്കുകൾ കൊണ്ട്, നാവുകൾ കൊണ്ട് കുത്തി നോവിക്കുകയാണ്. പടച്ചവനെ, യഹൂദുകൾ പറയും ഇവിടുന്ന് പോകണമെന്ന, ഈ ഉള്ള വീട് പൊളിച്ചു മാറ്റണമെന്ന, ഈ കൊച്ചുമക്കളെയും കൊണ്ട് എവിടേക്ക് പോകാനാണ് അലിയേ? അതുകൊണ്ട് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ഈ മദീന പള്ളിയുടെ ഏതെങ്കിലും ഒരു ചാരത്തൊരു അവസരം തരുവോ? അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിനക്കൊരു മരുന്ന് പഠിപ്പിച്ചു തരാം, ആ മരുന്ന് നീ വന്ന് ചെയ്തു നോക്ക്, അതിലും മാറിയിട്ടില്ലെങ്കിൽ നിനക്ക് ഞാൻ അല്ലാഹുവേ താമസിക്കാനുള്ള സ്ഥലം തരാ. ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാ, ഇൻ കാന ഖായിഫാ മൻ ഖറഅഹാ അമിനഹുല്ലാഹ്. നീ എവിടെന്ന് പേടിപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്ന, ഭയപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാ, ശത്രുക്കളെ ഭയക്കുകയാണ്, എന്തും എപ്പോഴും സംഭവിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ കടന്നു പോവുകയാ. എന്നാൽ എൻ്റെ പൊന്നുമോനെ, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കടന്നിരുന്നിട്ട് പടച്ചവന്റെ ഖുർആനാകുന്ന ഖുർആനുള്ള സൂറത്തായ സൂറത്ത് യാസീൻ നിറഞ്ഞ മനസ്സോടവും ഓതാൻ കഴിയുവോ?
എന്നാ നിനക്ക് വിജയിക്കാമെന്നാ. ഈ സ്വഹാബി അവിടെ നിന്ന് കടന്നുപോയി മക്കളെ വിളിച്ചു, ഭാര്യയെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒളിവെടുത്തിട്ട് കടന്നു വരുവോ? ഒളിവെടുത്തുകൊണ്ട് കടന്നു വരികയാ. എല്ലാവരും ഒരുമിച്ച് ഓതുകയാ, യാസീൻ വൽ ഖുർആനിൽ ഹകീം. നിറഞ്ഞ മനസ്സോടെ സൂറത്ത് യാസീൻ ഓതുകയാണ്. അല്ലാഹുവേ, മൂന്നാമത്തെ ദിവസം ഒരു ശല്യമില്ല, ഒരാളും വഴക്ക് പറയാനില്ല, ഒരാളും കുത്തി നോവിക്കാനില്ല. നാലാമത്തെ ദിവസം ഓതുമ്പോ ഇന്നലെ വരെ ചീത്ത വിളിച്ചിരുന്ന, ഇന്നലെ വരെ കുറ്റപ്പെടുത്തിയിരുന്ന, ഇന്നലെ വരെ വീട് വിടന്ന് പൊളിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ ആ ആളുകൾ പോലും ആ വീട്ടിലുള്ളവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് കടന്നു പോവുകയാ. അല്ലാഹുവേ, നമുക്ക് ശത്രുക്കൾ അധികമായ, അതിന് ഏത് വിഷയമാകട്ടെ, ഈ ഉള്ള ദുനിയാവിന്റെ പുറത്ത് നമ്മൾ ആരെയും കുത്തി നോവിക്കാൻ പോകുന്നില്ല, ഒരാളെയും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല, ആക്ഷേപിക്കുന്നവരെ വെറുപ്പിക്കാൻ പോകുന്നില്ല, കളിയാക്കുന്നവരെ കളിയാക്കല്ലേ എന്ന് പറയാൻ പോകുന്നില്ല. നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ആയുധമേതാ? അത് പടച്ചവന്റെ ഖുർആനാ, അത് സൂറത്ത് യാസീനാണ്. അത് വേണ്ടുന്ന കോലത്തിൽ ഓതിയാൽ അല്ലാഹു തന്നെ വരെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത്, അനമാലിക്കുൽ മുൽക് വമാലിക്കുൽ മുലൂക്, ഈ രാജ്യത്ത് മുഴുവനും ഭരിക്കുന്ന ഭരണാധികാരി ഞാനാ. അല്ലാഹുവേ, ഈ രാജ്യത്ത് കടന്നു വരുന്ന ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി ഏതൊക്കെ മേഖലകളിലൂടെ കടന്നു പോകട്ടെ, അവരെ ഭരിക്കുന്ന രാജാവും ഞാനാ. അതുകൊണ്ട് ഇന്നൽ ഇബാദ ഇദാ അതൗനി, എന്നെ എന്റെ അടിമകൾ വഴിപ്പെട്ടാൽ, അവരെന്നെ അനുസരിച്ചുകൊണ്ട് കടന്നു പോയാ, സുബ്ഹാനല്ലാഹ്, ഹവ്വലത് ഖുലൂബ മുലൂകിഹിം അലൈഹിം ബിർറഹ്മതി വന്നിഅമാ. അള്ളാനെ വഴിപ്പെട, അതിൽപ്പെട്ടതാ പടച്ചോന്റെ ഖുർആനോദ. അള്ളാഹ് ഹോദാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. മനസ്സറിഞ്ഞു പറഞ്ഞു, അള്ളാഹ് ഹോദാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. പൊന്നാര വാപ്പാര വലിയ വിഷയാണ്. അള്ളാഹ് പറയാ, നിങ്ങളെന്ന് അടുത്താ മതി, ഞാൻ അവരെ ശരിയാക്കാൻ. റബ്ബ് പറയാ, നിങ്ങളെന്ന് അടുത്തേക്ക്, ഞാൻ ശരിയാക്കി തരാൻ. അള്ളാന്റെ ഓർഡർ ഉണ്ട്. ഇനി നമ്മളെന്ന് അള്ളാഹുലേക്കൊന്ന് ചേർന്നാ മതി, ബാക്കി റബ്ബ് നോക്കും. അതിന് വിശ്വാസം വേണം. الذين يؤمنون بالغيب, അല്ലാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. അപ്പടി നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തതാണ് യാസീൻ ഓതണമെന്ന്. അതാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാനുള്ളത്.